ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി കള്ളു കുടിച്ച് ശ്രുതിയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ചന്ദ്ര പറയുക, നിന്റെ ഭാര്യ ചെയ്ത ഓരോ തെറ്റിനും നീ എന്തിനാണ് എൻ്റെ മോൻ്റെ മെക്കിട്ട് കയറുന്നത്? അവൾ കാരണമാണ് നിന്റെ അച്ഛൻ ജയിലിലായതും. ഈ സമയം ശ്രുതി ഓരോന്ന് പറയുന്നുണ്ട്. അന്നേരം സച്ചി പറയുക, ദേ ആ ശ്രീകാന്ത് എന്ന് പറയുന്നവൻ ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുള്ളൂ, ഇനി നീയും കൂടി ഒന്ന് മേടിക്കല്ലേ. അന്നേരം ശ്രുതി പറഞ്ഞേ, ഓ അത് ശരി, ഈ കോലത്തിലുള്ള നീ എന്നെ തല്ലുവെന്നാണോ? എങ്കിൽ ഒന്ന് കാണണമല്ലോ, തലടാ, നീ തല്ലി നോക്കടാ. ഈ സമയം ദേഷ്യം വന്ന സച്ചി ശ്രുതിയും കൂടി അവിടെ വഴക്കാകുവാണ് കേട്ടോ. അങ്ങനെ രണ്ടാളും തമ്മിൽ തല്ലാകുവാണ്. ഈ സമയം അച്ഛനും അമ്മയും ശ്രുതി എല്ലാവരും അവരെ പിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർ രണ്ടാളും നിലത്തൊക്കെ കിടന്ന് ഭയങ്കര തല്ലുകൂടുവാണ്. പെട്ടെന്ന് തന്നെ ഇത് കാണുന്ന രവീന്ദ്രന് നെഞ്ചുവേദന തോന്നി അവിടെ ബോധം കെട്ട് വീഴുവാണ്. ഇത് കണ്ട് ചന്ദ്ര ശ്രുതി ഓടിപ്പോകുക. അന്നേരം ഈ കാഴ്ച കാണുമ്പോൾ സച്ചിൻ അച്ഛന്ന് വിളിച്ച് ഓടിയെത്തുവാണ് കേട്ടോ. അച്ഛ കണ്ണു തുറക്കച്ച എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചെണീപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രവീന്ദ്രനെയാണ്. ഈ സമയം ഐസിയുവിൻ്റെ പുറത്ത് തന്നെ ടെൻഷനോടുകൂടി നിൽക്കുവാണ്ട് എല്ലാവരും. അന്നേരം ഡോക്ടർ രവീന്ദ്രനെ പരിശോധിച്ചിട്ട് പുറത്തേക്ക് വരിക. അന്നേരം സച്ചി ഡോക്ടറിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചില്ലണേ, എന്തായി ഡോക്ടർ, എൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛൻ കണ്ണു തുറന്നോ? അന്നേരം ഡോക്ടർ പറയണേ, രവീന്ദ്രന് ഇതൊരു മൈൽഡ് അറ്റാക്കാം, കാര്യങ്ങളിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, ബോധം വന്നിട്ടില്ല. എന്നാണെങ്കിലും രാവിലെ ഡോക്ടർ വരട്ടെ, അതിനുശേഷമേ വിശദമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ, നിങ്ങളതുവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സച്ചിയാണെങ്കിൽ ഐസിയുവിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് അച്ഛനെ നോക്കുക. എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രയാണെങ്കിൽ സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയണേ, തൃപ്തിയായില്ലേടെ നിനക്ക്? നീ കാരണം അദ്ദേഹം ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ മടക്കിത്ത എന്നും പറഞ്ഞ് സച്ചിയുടെ ഷർട്ടിൽ ഇങ്ങനെ പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. ഈ സമയം ശ്രുതി വന്ന് ചന്ദ്രയെ പിടിച്ചു മാറ്റി അവിടെ സമാധാനിപ്പിച്ചിരുത്തുന്നൊക്കെ ഉണ്ട്. ഈ സമയം സച്ചിയും പറയുന്നുണ്ട്, അച്ഛന് ഒന്നും സംഭവിക്കില്ല, എൻ്റെ അച്ഛന് ഞാൻ ഒന്നിനും വിട്ടുകൊടുക്കില്ല, അച്ഛൻ ഉടനെ കണ്ണു തുറക്കും. അങ്ങനെയൊക്കെ സമനില തെറ്റിയ പോലെ ഓരോന്നും പറയുവാണ് കേട്ടോ സച്ചി. ഇതേ സമയം തന്നെ ഉറങ്ങിക്കിടക്കുന്ന രേവതിയാണെങ്കിൽ ഉറക്കത്തിന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുക. ഈ സമയം അമ്മ അനിയത്തി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം രേവതി പറയണേ, എന്തോ മനസ്സിന് സുഖമില്ല, സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ സംഭവിക്കുന്നു പോലെ. അന്നേരം അമ്മ ചോദിക്കുക, നീ ദുസ്വപ്നം വല്ലതും കണ്ടു കാണും, അങ്ങനത്തെ ഓരോ സംഭവങ്ങളല്ലേ വീട്ടിലൊക്കെ നടന്നത്, സാരമില്ല, നീ സമാധാനമായിട്ട് കിടക്ക്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അമ്മ അമ്പലത്തിൽ പോകാൻ റെഡിയാകുവാണ്. അന്നേരം രേവതി പറയണേ, അമ്മ ഇന്നൊരിടത്തേക്കും പോകണ്ട, ഞാൻ പൊക്കോളാം, പൂക്കളിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും വേണ്ടെന്നേ, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ ഇവിടെ നിൽക്കും. അങ്ങനെ പറഞ്ഞ് ദേവിനെ വിളിച്ച് അമ്മ അവിടെ നിന്ന് പോകുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ അടുത്ത വീട്ടിലെ ചേച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ രേവതിക്ക് അമ്പലത്തിൽ പ്രസാദം മറ്റുമൊക്കെ കൊടുക്കുവാണ്. എന്നിട്ട് പറയണേ, അല്ല മോള് ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ? ഞാനെന്തിനാ ചേച്ചി ഹോസ്പിറ്റലിൽ പോകുന്നത്, എനിക്കങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ. അന്നേരം ആ ചേച്ചി പറയണേ, അല്ല അപ്പം മോള് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? മോളുടെ അമ്മായിയച്ഛൻ ഹോസ്പിറ്റലിൽ അറ്റാക്ക് വന്ന് കിടക്കുവാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ മോളുടെ കുടുംബക്കാരെയൊക്കെ കണ്ടു. അന്നേരം ഞാൻ സച്ചി മോളുടെ കാര്യങ്ങൾ തിരക്കി. അപ്പോൾ സച്ചി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുറച്ച് സീരിയസ് ആണെന്നാണ് കേട്ടത്. അതേക്കുമ്പോൾ രേവതിയൊക്കെ തകർന്നു നോക്കുക, ഈശ്വര അച്ഛൻ. പിന്നീട് കാണിക്കുന്നത് ഐസിയുടെ മുമ്പിൽ തന്നെ കാത്തു നിൽക്കുന്ന സച്ചിനെയാണ്. സച്ചി പറയുക, അച്ഛൻ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല, ഈ ഡോക്ടേഴ്സൊക്കെ എവിടെ പോയി? രാവിലെ പറയാമെന്നാണല്ലോ അവർ പറഞ്ഞത്, അവരെന്താ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നത്? എൻ്റെ അച്ഛൻ്റെ അവസ്ഥയെക്കുറിച്ച് അവരെന്താ ഒന്നും പറയാത്തത് എന്നൊക്കെ പറഞ്ഞ് സച്ചിയാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചവരൊന്ന് പറയുവാണ് കേട്ടോ. ഈ സമയം ശ്രുതി പറയണേ, എടാ നീ സമാധാനമായിട്ടിരിക്കും, ഡോക്ടേഴ്സ് പരിശോധിക്കുമല്ലേ, അവർ ഉടനെ തന്നെ വന്ന് പറയും, നീ ടെൻഷനാവാതെ. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും ചന്ദ്രയും ശ്രുതിയൊക്കെ ഐസിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. അന്നേരം ശ്രുതി അമ്മയോട് ഒന്ന് പറയണേ, അമ്മേ തൽക്കാലം അമ്മ വീട്ടിലേക്ക് പോകും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളുണ്ടല്ലോ. അന്നേരം അമ്മ പറയണേ, അദ്ദേഹത്തെ ഇന്നലെ വിട്ട് ഞാൻ വീട്ടിൽ പോകാനോ? പറ്റില്ല, എനിക്കൊരു ചെറിയ പനി വന്നാൽ തന്നെ അദ്ദേഹം ഉറക്കൊളച്ച് എൻ്റെ കൂടെ ഇരിക്കും, ഇടയ്ക്കിടയ്ക്ക് നെറ്റി തൊട്ട് നോക്കും എൻ്റെ പനി മാറിയോന്നറിയാൻ. വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ 100 തവണ എന്നെ ഫോണിൽ വിളിച്ച് നിനക്ക് സുഖമല്ലേ എന്ന് ഓരോ കാര്യങ്ങളും അന്വേഷിക്കും. അങ്ങനെയുള്ള ആ മനുഷ്യനാണ് കിടക്കുന്നത്, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് ചന്ദ്ര ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും രേവതി എവിടെ എത്തുന്നത്. രേവതി അങ്ങനെ അങ്ങോട്ടേക്ക് ഓടി വരുക. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛൻ കണ്ണു തുറന്നോ? അങ്ങനെ രേവതിയെ കാണുന്നതും അമ്മയുടെ കൺട്രോളൊക്കെ പോകുവാണ്. ചന്ദ്ര രേവതിയോട് പൊട്ടിത്തെറിക്കണേ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ആ മനുഷ്യൻ ചത്തോന്നറിയാനാണോ? അദ്ദേഹം ആരെക്കാളും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ, എന്നിട്ട് നീ തന്നെ അദ്ദേഹത്തോട് ഇത്രയും വലിയൊരു ചതി ചെയ്തല്ലോ. ആ ചതി താങ്ങാനാവാതെയാ ഇപ്പോൾ ആ മനുഷ്യൻ ICU കിടക്കുന്നത്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുക ആ പാവം മനുഷ്യൻ. ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാനാണോ നീ വന്നിരിക്കുന്നത്? അന്നേരം രേവതി കരഞ്ഞുകൊണ്ട് പറയണേ, അമ്മേ അങ്ങനെയൊന്നും പറയില്ലേ, അച്ഛന് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
അന്നേരം ശ്രുതി പറയണേ, നീ മിണ്ടിപ്പോരുത്, നീ കാരണോ എല്ലാം സംഭവിച്ചത്. ശ്രീകാന്തിൻ്റെ വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുത്തത് നീയല്ലേ, അത് കാരണോ അച്ഛൻ ഇങ്ങനെ തളർന്നു പോയത്. അങ്ങനെ അവരെല്ലാവരുടെയും കുറ്റപ്പെടുത്തലൊക്കെ കേട്ട് രേവതി വല്ലാതെ മനസ്സ് തളർന്ന് അവിടെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്